അങ്ങേയിട്ടോ എന്നെ പൂർണ്ണമാക്കണേ. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിട സാധനിക്കാമെങ്കിൽ, എന്നെ തകർത്തിട സാധനിക്കാമെങ്കിൽ സന്നിധാമെന്ന് പ്രസാദവുമുള്ള രാമെന്ന് ഞാനറിയുവാ, നന്മയുക്കുന്ന പ്രസാദവുമുള്ള രാമെന്ന് ഞാനറിയുവാ. എൻ മനം പുതുക്കെ മാറുന്നേറ്റോ, എൻ മനം പുതുക്കെ മാറുന്നേറ്റോ, വിദ്യമാനിലേക്ക് ലോകരാവട്ടോ, വിദ്യമാനിലേക്ക് ലോകരാവട്ടോ. ദൈവമേ നിന്നിക്ക ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നോ മൂലമായെന്നെ ഒന്ന് വേദമിയാനേ. അങ്ങേയിട്ടോ എന്നെ പൂർണ്ണമാക്കണേ, എന്നെ ഒന്ന് വേദമിയാനേ. അങ്ങേയിട്ടോ എന്നെ പൂർണ്ണമാക്കണേ. ജ്ഞാനവനുള്ള കൈകയാ ആരുമില്ലേക്കോ ചെയ്യുവാ, ജ്ഞാനവനുള്ള കൈകയാ ആരുമില്ലേക്കോ ചെയ്യുവാ. ഇന്നെനിക്കോ വാങ്ങോ നേടുന്നതല്ല, ഇന്നെനിക്കോ വാങ്ങോ നേടുന്നതല്ല, സങ്കീരാമണെന്നു ഞാനറിയുന്നു, സങ്കീരാമണെന്നു ഞാനറിയുന്നു. എന്തായാലേ മോദികളുമല്ല നിർണയമവന് നീ അറിയുന്നു. എന്തായാലേ മോദികളുമല്ല നിർണയമവന് നീ അറിയുന്നു. ഒന്നാതിൽ നിലാത്തോ വീടിനാമെങ്കിൽ, ഒന്നാതിൽ നിലാത്തോ വീടിനാമെങ്കിൽ ഉന്നതനാരേ സാധ്യമായിടൂ, ഉന്നതനാരേ സാധ്യമായിടൂ. യേശുക്രിസ്തുവേ ശരീരയാകത്താ ഉള്ള ഇഷ്ടത്താൽ ശുദ്ധനായിരുന്നു. യേശുക്രിസ്തുവേ ശരീരയാകത്താ ഉള്ള ഇഷ്ടത്താൽ ശുദ്ധനായിരുന്നു. ദൈവ ഇഷ്ടം ചെയ്തു വചനം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വചനം പ്രാപിപ്പാൻ പൂർണ്ണതാകിഷ്ടാരാ ഏകനെ പ്രിയാ, പൂർണ്ണതാകിഷ്ടാരാ ഏകനെ പ്രിയാ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനോ ഞാൻ ഭുജിച്ചു ദേശോ സേവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനോ ഞാൻ ഭുജിച്ചു ദേശോ സേവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികച്ചുന്ന എന്റെ ആരോ, വേല തികച്ചുന്ന എന്റെ ആരോ. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ യാഗമാക്കുന്നു. എന്റെ തകർച്ചേട സാധനിക്കാമെങ്കിൽ, എന്റെ തകർച്ചേട സാധനിക്കാമെങ്കിൽ സങ്കീർണമെന്ന് പൂർണ്ണമാകണേ, സങ്കീർണമെന്ന് പൂർണ്ണമാകട്ടെ. ജ്ഞാനമുള്ള കൈകയാൽ
ചെയ്യുവാൻ ഞാനവരുള്ളവർ കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ ഞാനവരുള്ളവർ കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ ഞാനവരുള്ളവർ കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കുവാനോ കേടുണ്ടാകല്ല ഇന്നെനിക്കുവാനോ കേടുണ്ടാകല്ല സങ്കേതമാണെന്നോ ഞാനറിയുന്നു സങ്കേതമാണെന്നോ ഞാനറിയുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനേന യാഗമാക്കുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനേന യാഗമാക്കുന്നു എന്റെ തകർച്ചേട സാധനിക്കാമേക്ക് എന്റെ തകർച്ചേട സാധനിക്കാമേക്ക് സംഗീതമെന്ന് പൂർണ്ണമാകട്ടെ സംഗീതമെന്ന് പൂർണ്ണമാകട്ടെ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ യാഗമാക്കുന്നു എന്റെ തകർച്ചേട സാധനിക്കാമേക്ക് എന്റെ തകർച്ചേട സാധനിക്കാമേക്ക് സംഗീതമെന്ന് പൂർണ്ണമാകട്ടെ സംഗീതമെന്ന് പൂർണ്ണമാകട്ടെ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ യാഗമാക്കുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ യാഗമാക്കുന്നു ഞാനവരുള്ളോ കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കോ ദോഷം ചെയ്യുവാൻ 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 ഞാനവരുള്ളോ
അധികാരമേ, സഭയുടമേ, അധികാരം പറഞ്ഞ് വാതികെട്ടി വെല്ലുവിളിച്ച് പോരാടുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തലമുറകളുടെ നന്മകൾക്കെതിരായി, തലമുറകളുടെ വിടുതലുകൾക്കെതിരായി വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളിൽ മകൾ അഭിനയത്തിന്റെ ആ ഇത് കണ്ട് ആ നാടകത്തിൽ കാണാൻ വന്ന എല്ലാവരും കരയുകയാണ്. ആ നായകന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുന്ന വേദന, തൻ്റെ ശരീരത്ത് അനുഭവിക്കുന്ന വേദനയൊക്കെ കണ്ട് എല്ലാവരും കരയുന്നു, കണ്ണുനീര് തുടയ്ക്കുന്നു. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ആ ഹോള് മൊത്തം കരച്ചില്ല, കരളലിയിപ്പിക്കുന്ന അഭിനയമാണ്. അത് ഒറിജിനാലിറ്റി ഉള്ളതുപോലെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തോന്നി എല്ലാവരും കരയുക. പക്ഷെ ഒരു വ്യക്തി മാത്രം അതിൻ്റെ നടുവില് കരയാതെ ഇരിക്കുക. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു വ്യക്തി മാത്രം കരയാതിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആള് കണ്ണൊക്കെ തുടച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തോ മനുഷ്യനാടോ? അദ്ദേഹത്തിൻ്റെ ആ പങ്കപ്പാട്, വേദന, കഷ്ടപ്പാട്, ആ ശരീരത്തെ ഏറ്റുവാങ്ങുന്ന പ്രയാസങ്ങൾ കണ്ട് ഇവിടെ എല്ലാവരും കരയുന്നു, നീ എന്നാ കരയാതിരിക്കുന്നത്? നിനക്കിന്ന് മനസാക്ഷിയില്ലേ? നീ മനുഷ്യനല്ലേ എന്ന് ചോദിച്ച് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചപ്പോ ആ കരയാതിരുന്ന വ്യക്തി ആ ചോദിച്ച ആളിനോട് പറഞ്ഞു, ഒന്നും സംഭവിക്കത്തില്ല, ഇത് അല്പം കഴിയുമ്പോ ഈ ചരിത്രം അങ്ങ് മാറും, ഇത് അല്പം കഴിയുമ്പോ ഈ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്നതെല്ലാം മാറി അവൻ വേറൊരു ലെവലാകും. അപ്പോ ആ മനുഷ്യൻ ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാം അവന്റെ കഷ്ടപ്പാട് മാറുമെന്നും അവന്റെ ഈ വേദന മാറുമെന്നും അവന്റെ ഈ കണ്ണുനീര് മാറുമെന്നും? അത് നിനക്കെങ്ങനെ അറിയാം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കഥ എഴുതിയത് ഞാനാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഥ എഴുതിയ ഒരാളുണ്ട്, അത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്നത്തെ അവസ്ഥകൾ കണ്ട് നമ്മൾ വിധി എഴുതിയാൽ നമ്മൾ മണ്ടരാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ കഷ്ടതകൾ മാറും, ഇന്നത്തെ ഞെരുക്കങ്ങൾ മാറും, ഇന്നത്തെ കണ്ണുനീര് മാറും, ഇന്നത്തെ പരിഹാസങ്ങൾ മാറും, ഇന്നത്തെ ഈ വെല്ലുവിളികൾ മാറും. ഇന്ന് അനുഭവിക്കുന്നതെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട്. എവിടെ? ഈ ഭൂമിയിൽ ചിലപ്പോൾ മാറിയില്ലെങ്കിലും ഇതിനപ്പുറത്ത് മാറുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നത്. 125 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. 120 മുതൽ തുടർന്നുള്ള 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളായിട്ടാണ് വേദശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നത്, അല്ല അതിലെഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5 സങ്കീർത്തനങ്ങളിലാണ് എഴുതിയ ആളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി 10 ആരെഴുതിയെന്ന് അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും വേദശാസ്ത്രിമാരുടെ അഭിപ്രായത്തിൽ ഹല്ലേലൂയ അത് ദാവീദ് തന്നെയാണ് എഴുതിയതെന്നാണ് വേദശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്.
122 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന അവിടേക്ക് ഗോത്രങ്ങൾ, ആമേൻ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ. അടുത്ത് ഹല്ലേലൂയ. ഏതാ ശാസ്ത്രിമാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ബാബേൽ പ്രവാസത്തിലായിരുന്നിട്ട് അവർ മടങ്ങി വന്ന സമയത്ത് അവർ യെരൂശലേമിനോട് അടുക്കുന്ന സമയം പാടിയ പാട്ടുകളാണ് ഈ ആരോഹണ ഗീതങ്ങൾ എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റ് ഒരു കാര്യം, ഇസ്രായേൽ മക്കൾക്ക് വർഷത്തിൽ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട 3 പെരുന്നാള് 7, പക്ഷെ പ്രധാനപ്പെട്ട ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഈ 3 പെരുന്നാളുകളിൽ ആമേൻ ഈ ആരോഹണ ഗീതം അവർ വിടത്തില്ല എന്നാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, പല പുസ്തകങ്ങളിൽ കണ്ടതും വായിച്ചതുമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഈ സങ്കീർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 125, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് കുലുങ്ങേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിൽ നിന്ന് കണ്ണ് പറിക്കുമ്പോഴാണ് നമ്മൾ പലതുമൊക്കെ കാണുന്നതും നമുക്ക് ഭയം വരുന്നതും. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു പോര്, വരാൻ വിളിച്ചു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി കർത്താവിന്റെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി നടന്ന പത്രോസിന് ഉള്ളിലൊരു സംശയം തോന്നിക്കാണാം. അവൻ ചവിട്ടി നിൽക്കുന്നത് പാറയാണോ വെള്ളമാണോ എന്ന ഒരു സംശയത്തിന്റെ പുറത്ത് കർത്താവിന്റെ കണ്ണിൽ നോക്കിയ പത്രോസ് കണ്ണിൽ നിന്ന് കണ്ണെടുത്ത് അവന്റെ കാലിലേക്ക് താഴോട്ട് നോക്കിയപ്പോ അവന്റെ പാദങ്ങൾ താഴാൻ തുടങ്ങി. അവൻ കാറ്റ് കണ്ടു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. കാണാൻ പാടില്ലാത്തത് അവൻ കണ്ടു. കാണാൻ പറ്റാത്തത് അവനെ പിശാച് കാണിച്ചു. ഇന്ന് വരെ കാറ്റിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പത്രോസ് കാറ്റ് കണ്ടു പേടിച്ചു എന്നാ. ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ദൈവത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് പറിക്കുമ്പോഴാണ്, ദൈവത്തിൽ നിന്ന് നമ്മുടെ ആശ്രയം പോകുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്, നമുക്ക് ഉറപ്പുകേട് വരുന്നത്, നമുക്ക് പ്രയാസം വരുന്നത്. ദൈവത്തിൽ നമ്മുടെ കണ്ണു പതിച്ചു മുന്നോട്ട് പൊക്കൊണ്ടിരുന്നാൽ എൻ്റെ അനുഭവത്തിൽ പറയാം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാ, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഒരു കാലത്ത് പാപികളായിരുന്നു, ഒരു കാലത്ത് ആർക്കും വേണ്ടാത്തവരായിരുന്നു, ഒരു കണ്ണിനും ദയവ് തോന്നാത്തവരായിരുന്നു, കയ്യിലെടുക്കാൻ കൊള്ളാത്തവരായിരുന്നു, ഞാൻ ഉൾപ്പെടെയാ. പിന്നെ എല്ലാം തികഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം ഉൾപ്പെടെ പറയാ, കയ്യിലെടുക്കാൻ കൊള്ളത്തില്ലായിരുന്നു നമ്മളെ ആരെയും. പിന്നെ കർത്താവ് കഴുകിയൊക്കെ എടുത്തതാണ്. കർത്താവ് നമ്മളെ കഴുകി, കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞു, കർത്താവ് നമ്മളെ നീതീകരിച്ചു, കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു, കർത്താവ് നമ്മളെ വേർതിരിച്ചു, കർത്താവ് നമ്മളെ യോഗ്യന്മാരാക്കി മാറ്റി. അതുകൊണ്ടാ ഇന്നു പകൽ നമ്മളൊക്കെ ഈ പന്തിയിൽ വന്നിരിക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഒരു കാലത്ത് വീട്ടുകാര് പോലും അടുപ്പിക്കത്തില്ലായിരുന്നു എന്നെയും നിങ്ങളെയും. ഒരു കാലത്ത് വീട്ടിന്റെ അകത്തുള്ളവർക്ക് പോലും ഒരു മാന്യതയില്ലായിരുന്നു എന്നെയും നിങ്ങളെയും. ഒരു കാലത്ത് കുടുംബക്കാര് നമ്മളെ ഗൗനിക്കത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് കയ്യിലെടുത്തപ്പോൾ, കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചപ്പോൾ, കർത്താവ് നമ്മളെ നീതീകരിച്ചപ്പോൾ, കർത്താവ് നമ്മളെ മക്കളാക്കി മാറ്റിയപ്പോൾ, കർത്താവ് നമ്മളെ അവകാശിയാക്കി മാറ്റിയപ്പോൾ,
ആമേൻ. പിന്നെ എല്ലാവരും അണയാൻ തുടങ്ങി, അടുക്കാൻ തുടങ്ങി, നമ്മളെ മാനിക്കാൻ തുടങ്ങി, നമ്മളെ ചേർക്കാൻ തുടങ്ങി, നമ്മളെ വിളിക്കാൻ തുടങ്ങി, നമ്മളെ ഒന്ന് വന്ന് വീട്ടിൽ നിൽക്കുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആമേൻ, സ്തോത്രം. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പറഞ്ഞതുപോലെ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഹല്ലേലൂയ. ഒരു കാലത്ത് ആരും സഹായമില്ലാതെ പാരിലെ എല്ലാവരും കണ്ടും കാണാതെയും പോയപ്പോ ആമേൻ, നമ്മളെയൊക്കെ കണ്ട ഒരു കണ്ണുണ്ട്. നമ്മളെയൊക്കെ കണ്ട ഒരു കണ്ണുണ്ട്. അതാണ് സ്വർഗത്തിലെ കണ്ണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ കണ്ട കണ്ണിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ആ കണ്ട കണ്ണിന് കയ്യെ നമ്മൾ മറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ പൗലോസ് റോമാലേഖന 8:38-39 എന്ന് തോന്നുന്നു, അവിടെ നമ്മൾ വായിക്കുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ആമേ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടികൾക്കോ എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. ഇന്നോ പകൽക്കാലം ആമേ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനോ എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ സ്നേഹം നമ്മൾ രുചിച്ചറിയണം. ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആക്കിയവൻ നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ കിടന്ന, ലോകമോഹങ്ങളിൽ കിടന്ന, ലോകശക്തികളിൽ കിടന്ന വ്യക്തിയെ ആയ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു. ആ കാൽവറി രക്തത്തിൽ കഴുകി നമ്മളെയൊക്കെ വിശുദ്ധരാക്കി മാറ്റി, വിശുദ്ധന്മാരാക്കി മാറ്റി. മാത്രമല്ല സഭയുടെ അംഗങ്ങളാക്കി മാറ്റി, മാത്രമല്ല അവകാശികളാക്കി മാറ്റി. ഹല്ലേലൂയ. അംഗങ്ങളാക്കി മാറ്റി നിർത്തിയിരിക്കുകയല്ല, അവകാശികളാക്കി മാറ്റി. നമ്മളല്ല അവകാശികളാണ്. എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? ഹല്ലേലൂയ. അപ്പന്റെ മക്കൾക്ക് ഒരു അവകാശമുണ്ട്. അപ്പന് തന്റെ മക്കൾക്ക്, അപ്പന്റെ മക്കൾക്ക് ഒരു അവകാശമുണ്ട്. അതുപോലെ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ അപ്പന്റെ അരികിൽ ഒരു അവകാശമുണ്ട്. നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. പക്ഷേ ദൈവവചനപ്രകാരം നമ്മളെ ആമേ അപ്പന്റെ ഭവനത്തിന്റെ അംഗങ്ങളാക്കി അവകാശികളാക്കി മാറ്റി. നമ്മളിനി അന്യരും പരദേശികളുമല്ല, നമ്മളെല്ലാം അവകാശികളാണ്. ഹല്ലേലൂയ. എന്തു അവകാശം? സ്വർഗരാജ്യത്തിന്റെ അവകാശമാണ്, നിത്യതയുടെ അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവകാശത്തെ വെല്ലുവിളിക്കുന്ന, അവകാശത്തെ ആമേ അവകാശപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതേത് ശക്തി എന്നറിയാമോ? അതാണ് പൈശാചിക ശക്തി. നിന്റെ സ്വർഗരാജ്യം നിന്റെ അവകാശമാണ്. രോഗസൗഖ്യം നിന്റെ അവകാശമാണ്. ആമേ ആരോഗ്യം നിന്റെ അവകാശമാണ്. ഈ ഭൂമിയിലെ സന്തോഷം നിന്റെ അവകാശമാണ്. പക്ഷേ ഇവിടത്തെ ഒരു അന്ധകാര ശക്തി അതൊന്നും അനുഭവിക്കാൻ അനുവദിക്കാതെ നിന്റെ അവകാശത്തെ തടയുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലേ, ആമേൻ, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. ആരോഗ്യം നമ്മുടെ അവകാശമാണ്. സന്തോഷം നമ്മുടെ അവകാശമാണ്. സമാധാനം നമ്മുടെ അവകാശമാണ്. പക്ഷേ എന്നും നിന്റെ മേൽ അധികാരം പറഞ്ഞ് അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ അവകാശത്തിന്റെ മേൽ ഒരു ശക്തി എന്നും വാതികെട്ടി പോരാടുന്നുണ്ട്. അതിനെ ഇന്നോ പകൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ടല്ല. ആമേ ഹൃദയ സൃഷ്ടി പ്രകാശിക്കുമ്പോ, അകക്കണ്ണു തുറക്കുമ്പോ എന്റെ തലമുറയ്ക്കെതിരായി വാദിച്ചു നിൽക്കുന്ന, എന്റെ കുടുംബ ജീവിതത്തിനെതിരായി വാദിച്ചു നിൽക്കുന്ന, എന്റെ ആത്മീകത്തിനെതിരായി വാദിച്ചു നിൽക്കുന്ന, നിന്റെ ആരോഗ്യത്തിനെതിരായി വാദിച്ചു നിൽക്കുന്ന, എന്റെ സന്തോഷത്തിനെതിരായി വാദിച്ചു നിൽക്കുന്ന ആ പാരമ്പര്യ ശക്തികളെ കാണാൻ കഴിയൂ. അതിനെതിരായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, അതിനെതിരായി നമ്മൾ പടപൊരുതുമ്പോ, അതിനെതിരായി നമ്മൾ വചനമെടുത്ത് വീശുമ്പോ നമുക്കൊരു വിടുതൽ വ്യാപരിക്കും എന്ന് പറഞ്ഞ് എന്നേക്കും നിൽക്കത്തില്ല. യേശു കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചിട്ട് കുറെ കാലത്തേക്ക് മാറി നിന്നെന്നാണ് പറയുന്നത്. അവസാനം വരെ മാറി നിന്നല്ല, കുറച്ചു കാലത്തേക്ക്
മാറി വീണ്ടും വരും. വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ദൈവകൃപയോടെ ദൈവസന്നിധിയിലിരുന്ന് വചനമെടുത്ത് പിശാചിന്റെ നേരെ വീശിയാൽ ആമേ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേ എന്തെങ്കിലും കുറവുകൾ, ബലഹീനതകൾ, പിശാച് അവകാശം പറയുന്ന, അധികാരം പറയുന്ന എന്തെങ്കിലും നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ എത്ര വീശിയാലും ആ പിശാച് നമ്മളെ വിട്ട് പോകത്തില്ല. അവൻ വീണ്ടും വീണ്ടും നമ്മുടെ നേർക്ക് ചാടിക്കൊണ്ടേക്കും. ഇന്ന് പകൽ ആമേ സ്തോത്രം, നമ്മുടെ അവകാശത്തിനെതിരായി വാദിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളുടെ നേർ ഇന്ന് പകൽ പടപൊരുതുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കലും ഒരു ഭക്തൻ തന്റെ അവകാശത്തെ മരണം വരെയും, മരണം സംഭവിച്ചാലും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച ഒരു മണ്ഡലമുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചു നോക്കിയേ. 21-ാം അധ്യായം. ഇസ്രായേല്യനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേൽ ഒറ്റ രാഷ്ട്രമായിട്ട് ഭരണം നടത്തി. ഒന്നാമത്തെ രാജാവ് ശൗൽ, രണ്ടാമത്തെ രാജാവ് ദാവീദ്, മൂന്നാമത്തെ രാജാവ് ശലോമോൻ. 3 പേരുടെയും ഭരണം ഏകദേശം 120 വർഷം ഒറ്റ രാഷ്ട്രമായിരുന്നു. ശലോമോന്റെ കാലശേഷം രാജ്യം വിഭജിച്ചപ്പോൾ, രണ്ടായി മാറിയപ്പോൾ ഇസ്രായേലിന്റെ ഭരണം നടത്തി വരുന്ന രാജാക്കന്മാരിൽ 7-ാമത്തെ രാജാവാണ് ആഹാബ്. നല്ലൊരു രാജാവാ. ഇപ്പുറത്തും അതുപോലെ ഭരണം നടത്തി വരിക. യഹൂദയിലും ഇസ്രായേലും ഭരണങ്ങൾ നടത്തുന്നു. രണ്ടും ദൈവത്തിന്റെ മക്കളാ. പക്ഷെ ഇസ്രായേലിന്റെ രാജാവായ 7-ാമനായ ആഹാബ്, ആമേൻ സ്തോത്രം, രാജാവാണ്, രാജഭരണമാണ്. പക്ഷേ ചില സമയങ്ങളിൽ താൻ വീക്കായി പോകും. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ താൻ ഒരു ബലഹീനനായി മാറിപ്പോകും. ആ ഒരു അവസ്ഥയെ കൊണ്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഇവൻ ഭരണം നടത്തി വരുന്ന സമയത്ത് തന്റെ കൊട്ടാരത്തിന്റെ അരികിൽ ഇസ്രായേല്യനായ നാബോത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പ്രാർത്ഥിക്കുന്നവന് ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ട്. ഒരു ചെറിയ മുന്തിരിത്തോട്ടം. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിന്റെ അടുത്താണ്, രാജാവ് പാർക്കുന്നതിന്റെ അടുത്താണ്. രാജാവ് എന്നും രാവിലെ എഴുന്നേറ്റ് കണി കാണുമ്പോൾ ഇവൻ മുന്തിരിത്തോട്ടത്തിൽ വേലയും ചെയ്ത് മുന്തിരിത്തോട്ടത്തെ സൂക്ഷിച്ച് മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി മുന്തിരിത്തോട്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഈ രാജാവിന്റെ കണ്ണു പതിച്ചത് ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടമാ. ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പിശാച് ഇങ്ങനെ കണ്ണുപതിച്ചു. ആമേൻ. ആഹാബ് ഇങ്ങനെ നോക്കി. കാരണം നാബോത്ത് വൃത്തിയാക്കുന്നു, നാബോത്ത് വെള്ളമൊഴിക്കുന്നു, നാബോത്ത് അതിന്റെ കളപറിക്കുന്നു, നാബോത്ത് കണ്ണിലൊണ്ണയൊഴിച്ച് അതിനെ സൂക്ഷിക്കുന്നു. പിശാച് കയറാതെ, സ്തോത്രം, ചെന്നായി കയറാതെ തോട്ടത്തെ സൂക്ഷിക്കുന്നു. എന്ന അപ്പുറത്തെ ഇപ്പുറത്തെയും തോട്ടങ്ങൾ നോക്കിയപ്പോ വേലിയില്ല, വൃത്തിയാക്കുന്നില്ല. മുന്തിരിത്തോട്ടമാ, പക്ഷെ എല്ലാം കൂടെ ഒക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടിയിൽ മുന്തിരിത്തോട്ടം, മുന്തിരിന്നും പറിക്കാൻ താഴെ കപ്പയും വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്തിരിങ്ങ കിട്ടിയില്ലെങ്കിൽ കപ്പ പറിച്ചെങ്കിലും കഴിക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചേമ്പും വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരങ്ങനെയാണ്, വാഴയും വയ്ക്കും, അതിൻ്റെ മൂട്ടിൽ ചേമ്പ് വയ്ക്കും, ചേന വയ്ക്കും, കാച്ചിൽ വയ്ക്കും, അത് എല്ലാം വയ്ക്കും. ആഹാബ് നോക്കിയപ്പോ മുന്തിരിത്തോട്ടം ഒരുപാട് കിടക്കുകയാ. ഓരോ മുന്തിരിത്തോട്ടത്തിനും വ്യത്യസ്തമായ കാര്യങ്ങളാ. മുന്തിരി നിൽക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ചൊറിയണം വരെയും ഉണ്ട്. എല്ലാ വക മീനും എന്നല്ലേ, അപ്പോ വൃത്തിയാക്കുന്നില്ല. എന്നാൽ ആഹാബ് ഒരു മുന്തിരിത്തോട്ടം നോക്കിയപ്പോ നാബോത്തിന്റെ കാണാൻ നല്ല ഭംഗിയാണ്. അവരുടെ വരവും പോക്കും ആരാധനയും പ്രാർത്ഥനയും എല്ലാം
ആമേ സ്തോത്രം അടുക്കും ചിട്ടയോടെ നടക്കുക. ആമേ അതാത് സമയങ്ങളിൽ മുന്തിരിങ്ങ പഴുത്തു ഭാഗമായി വരികയാ, ഒരു കുറവും വരുന്നില്ല. ആമേ അതാത് സമയങ്ങളിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയാ. ആമേ ആർക്ക് പിശാചിനോ ആമേ കുറുക്കനോ ചെറുകുറുക്കനോ കയറാൻ പറ്റുന്നില്ല. അതിൻ്റെ മൂടും ഒന്നും മാന്താൻ പറ്റുന്നില്ല. ആ മുന്തിരിങ്ങകളെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ എണ്ണയൊഴിച്ച് നാബോത്ത് തോട്ടക്കാരൻ രാപ്പകലില്ലാതെ ആമേൻ ആ മുന്തിരിത്തോട്ടത്തെ സൂക്ഷിക്കുക. ഇന്നോ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതല്, മുന്തിരിത്തോട്ടങ്ങളെ കിണ്ടിക്കളയ്ക്കാൻ നോക്കുന്ന, മുന്തിരിത്തോട്ടങ്ങളെ വെട്ടി നുറുക്കാൻ നോക്കുന്ന, മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന കുറുക്കന്മാരും ചെറുകുറുക്കന്മാരും ഉണ്ട്. ഇന്നോ പകൽക്കാലം ആമേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ ഇന്നോ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോ ആരാധിക്കുമ്പോ ആ ചെറുകുറുക്കന്മാരുടെ ശക്തികൾ ഇന്നോ പകൽക്കാലോ തളടിയാകും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമാണ്, ആഗാബിന് മുന്തിരിത്തോട്ടത്തിൽ കണ്ണു പതിച്ചു. ഈ മുന്തിരിത്തോട്ടം ഒരു ദിവസം നാബോത്ത് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അടുത്തു നിന്ന്, നാബോത്തേ, എൻ്റെ അരമനയുടെ അടുത്താണല്ലോ നിന്റെ മുന്തിരിത്തോട്ടം, ഈ മുന്തിരിത്തോട്ടം എനിക്കൊന്ന് തരുമോ? നിനക്കിതിനും മകത്ത് അവന് കൊണ്ട് മുന്തിരിത്തോട്ടം, വേറൊരു മനോഹരമായ മുന്തിരിത്തോട്ടം തരാം. നാബോത്ത് പറഞ്ഞ്, എന്തോ പറഞ്ഞ്? നാബോത്ത് ആഗാബിനോട്, എന്റെ പിതാക്കന്മാരുടെ അവകാശം, യഥാർത്ഥം പറഞ്ഞ ആമേൻ നാബോത്ത് ഹല്ലേലൂയ വചനം അറിയാന്നുള്ളവനായിരുന്നു, വചനം പഠിച്ചവനായിരുന്നു. അതുകൊണ്ട് നാബോത്ത് ആഗാബിനോട് ജാതീയ ശക്തിയോട് സംബന്ധം കൂടാതെ ആരാധന എന്തെന്ന്, പ്രാർത്ഥന എന്തെന്ന്, അഭിഷേകം എന്തെന്ന്, കൃപ എന്തെന്ന്, ശുശ്രൂഷ എന്തെന്ന്, മുന്തിരിത്തോട്ടം എന്തെന്ന് അറിയാൻ വയ്യാത്ത ആഗാബുമായി സംബന്ധം കൂടാതെ ആമേൻ ആഗാബിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാക്കന്മാരുടെ അവകാശം. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം അതിന്റെ പ്രൈസ് ദി ലോർഡ് 25-ാം അധ്യായം ഒന്നെടുത്ത്, ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ മുകളിലത്തെ വാക്യം ചേർത്ത് വായിച്ചേ. അടുത്ത് എന്തോ വിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. താഴെ നമ്മൾ വായിച്ചു വരുമ്പോ ആമേ ഇസ്രായേലിനൊരു അവകാശമുണ്ട്. അതവരുടെ നിലങ്ങളാ, അത് പിതാക്കന്മാർ കഷ്ടപ്പെട്ട് കൊടുത്തതാ, അത് പിതാക്കന്മാർ സമ്പാദിച്ചതാ. ആമേ സ്തോത്രം. ഇസ്രായേലിലൊരു ആമേ നാട്ടു നടപ്പുണ്ട്. ദൈവം അവർക്ക് വേണ്ടി പിതാക്കന്മാരിൽ കിട്ടിയത് അവരങ്ങേയറ്റം സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നാബോത്ത് പറഞ്ഞത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ യഹോവ സംഗതി വരുത്തരുതേ. ഹല്ലേലൂയ. ഇന്ന് പകൽ പിതാക്കന്മാരുടെ അവകാശമാണ്. പിതാക്കന്മാരുടെ അവകാശം മുന്തിരിത്തോട്ടം. എന്താക്കാനാ ചോദിച്ചത്? നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുറച്ച് മുന്തിരിങ്ങ പറിച്ച് വല്ലപ്പോഴും ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അതിനാണോ ചോദിച്ചത്? ഈ സാത്താൻ ചോദിച്ചത് എന്തിനാ? അവന് കുറച്ച് പച്ചക്കറി വെക്കണം. മുന്തിരിത്തോട്ടം പണ്ട് തെങ്ങായിരുന്നു. നമ്മുടെ കേരളമായിരുന്നു, തെങ്ങിൻ്റെതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റബ്ബറിന് വില കൂടിയപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം തെങ്ങ് വെട്ടി എല്ലാം ലോറി കയറ്റി തമിഴ്നാട്ടിലോട്ട് വിട്ട്. എന്നാൽ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ തന്നെ 10, 150, 250 തേങ്ങ വെട്ടിക്കൊണ്ടിരുന്ന തെങ്ങുകളെല്ലാം നമ്മുടെ ആമേ ആൾക്കാർ വെട്ടി എല്ലാം കരിക്കും കുടിച്ചിട്ട് തെങ്ങുകളെല്ലാം തമിഴ്നാട്ടിൽ ചൂളയ്ക്ക് വിട്ടു. എന്നിട്ട് അവിടെ എല്ലാം റബ്ബർ വെച്ചു. കാരണം അന്ന് റബ്ബറിന് ഭയങ്കര വിലയായിരുന്നു.
ഒരുത്തൻ വയ്ക്കുന്ന കണ്ടാ പിന്നെ അടുത്തവനും വയ്ക്കുമല്ലോ. ഒരുത്തൻ വയ്ക്കുന്ന കണ്ട അടുത്തവനും വെച്ച് അവരെല്ലാം വെട്ടി 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 വെട്ടി. ഇപ്പൊ കേരളത്തിൽ തെങ്ങിനെ കണി കാണാനില്ല. ഇപ്പൊ 1 കിലോ തേങ്ങ വാങ്ങിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പൊ തേങ്ങ ഇല്ലാതെയായി. ഇതുപോലെ ആഗാബിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് അടുത്ത് കിടന്ന നാബോത്തിന്റെ മനോഹരമായ മുന്തിരിത്തോട്ടം വാങ്ങിച്ച് നീ വൃത്തിയാക്കിയിട്ട് നല്ല ഫലമുണ്ട്, ഫലവത്തായ മുന്തിരിത്തോട്ടമാണ്, അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും കുറച്ച് മുന്തിരിങ്ങ പറിച്ച് ജ്യൂസ് അടിച്ചു കുടിക്കാനാണെന്ന് അല്ല പറഞ്ഞത്. എന്നാ ചിലപ്പോൾ രാജാവല്ലേ ചോദിച്ചത് കൊടുക്കുമായിരുന്നു. ഇവന്റെ ഉള്ളിലുള്ളത് പറഞ്ഞുപോയി, അറിയാതെ വീണു പോയതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സത്യം എത്ര മൂടി വെച്ചാലും 3ന്റെ അന്ന് ഉയർക്കും എന്നാണ് ആരോ പറഞ്ഞത്. സത്യം എന്ന് ഉയർക്കും 3ന്റെ അന്ന്, അല്ലെങ്കിൽ 30ന്റെ അന്ന് ഉയർക്കും, അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ ഉയർക്കും, അല്ലെങ്കിൽ 10 മാസം ആകുമ്പോൾ ഉയർക്കും, അല്ലെങ്കിൽ 3 വർഷം ആകുമ്പോഴായാലും ഉയർത്തിരിക്കും. ഹല്ലേലൂയ, സത്യം ഉയർത്തിരിക്കും. ആമേൻ. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, സത്യത്തെ കുഴിച്ചു മൂടാൻ ഇവിടത്തെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. സത്യത്തെ എത്ര ശക്തിയോടെ കുഴിച്ചു മൂടിയാലോ, എത്ര പാറക്കൂട്ടത്തിന്റെ അകത്ത് വെച്ചാലോ, എത്ര ഇമ്പീരിയ മുദ്രകൾ കൊണ്ട് മുദ്ര വെച്ചാലോ, എത്ര കാവൽ കൂട്ടങ്ങളെ നിർത്തിയാലോ, അതിന്റെ സമയമാകുമ്പോ കാവൽ കൂട്ടങ്ങളെ തകർത്തുകൊണ്ട്, റോമൻ ഇമ്പീരിയ മുദ്രകളെ തകർത്തുകൊണ്ട് ആ സത്യം ഉയർത്തിരിക്കോ. ആ അനുഭവമുള്ള ദൈവമക്കളെ കരങ്ങളെ താട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇവ സ്വത്രമൊക്കെ പറഞ്ഞ് അടുത്ത് പോയി പറഞ്ഞു, അയ്യോ നിന്റെ മുന്തിരിത്തോട്ടം ഒന്ന് തരണം, എനിക്കൊന്ന് പച്ചക്കറിത്തോട്ടം ആക്കാൻ. എടാ, എനിക്കും ഒരു മുന്തിരിത്തോട്ടം തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തെ എനിക്കൊന്ന് നിലനിർത്തി കൊണ്ടുപോയി ആമേൻ അതിൻ്റെ അനുഭവം കൊണ്ട് 10 പേർക്കൊരു അനുഗ്രഹമാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ രാജാവ് ചോദിച്ചതല്ലേ കൊടുക്കുമായിരുന്നു. പക്ഷേ അവൻ അറിയാതെ, അവൻ്റെ ഉള്ളിലെ പൈശാചിക ആഗ്രഹം അവൻ അറിയാതെ അവൻ്റെ ഉള്ളില് ആ ചിന്ത പുറത്തു വന്നപ്പോ നാബോത്ത് പറഞ്ഞു, എൻ്റെ ജീവൻ പോകേണ്ടി വന്നാലോ, ഞാൻ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലോ, എൻ്റെ പ്രാണൻ പോകേണ്ടി വന്നാലോ, ഈ മുന്തിരിത്തോട്ടത്തെ പിശാചിന്റെ ഹല്ലേലൂയ ചീരത്തോട്ടമാക്കോ. ഈ മുന്തിരിത്തോട്ടത്തെ പിശാചിന്റെ ഇടമാക്കോ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ചില റോഡുകളിലൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കും, പൊതുജനം ആമേൻ സ്തോത്രം. എന്തുവാ? കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഇപ്പോഴും ചിലർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. പിശാചിന്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും ആഗ്രഹം, പ്രൈസ് ദി ലോർഡ്, സഭകളെ കാർന്നു തിന്നുക. പ്രാർത്ഥിക്കുന്ന സഭകളെ, ആരാധിക്കുന്ന സഭകളെ, അഭിഷേകത്തിൽ നിറയുന്ന സഭകളെ, തലമുറകളെ വെട്ടിക്കളയുക. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. സ്തോത്ര, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാ, ഒരു കാര്യം വ്യക്തമായി പറയാ. ഹല്ലേലൂയ. എസ്തർ പറഞ്ഞതുപോലെ, എസ്തറിനോട് മോർദെഖായി പറഞ്ഞതുപോലെ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. നീയും നിന്റെ കുടുംബവും നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നിനക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം സഭയെ കാർന്നു തിന്നാൻ, സഭയെ തകർത്തു മുടിക്കാൻ പദ്ധതി വാദികെട്ടി പോരാടുന്ന ഒരു കൂട്ടം ശക്തികൾ മാറി നിൽക്കുമ്പോ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവവൈതൽ, ആരാധിക്കാൻ കഴിയുന്ന ദൈവവൈതൽ ഇന്ന് പകൽ ആത്മാവിൽ പൊരുതി ഇന്ന് പകൽ എഴുന്നേറ്റില്ലെങ്കിൽ
അധിക താമസവിനോ സഭയെ തകർത്ത് മുടിച്ച് ഒന്നുമില്ലാതെ പരിഹാസ വിഷയമാക്കോ അന്ധകാര ശക്തി ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പിന്മാറ്റക്കാരനല്ല സഭയുടെ നായകൻ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലോ എത്ര പേര് ചേർന്ന് ആമേൻ പറയാ? ആമേൻ. എത്ര പേര് ചേർന്ന് ആമേൻ പറയൂ? ദൈവം നിന്നെ വിളിച്ചത് ഒരു കാവൽ നായെ പോലെ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്, ഇന്ന് പകൽക്കാലം സഭയ്ക്കൊരു ദോഷം വരാതെ ദൈവം നിന്നെ കൊണ്ടുവന്നത്, ദൈവം നിന്നെ കൊണ്ടിരുത്തിയത്, ദൈവം നിന്നെ ഇവിടെ ആക്കിയത്, ഈ സമയത്ത് ദൈവം നിന്നെ ആക്കിയത് ആമേൻ ഒരു കാവൽ പോലെ ഇന്ന് പകൽക്കാലം സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വില എത്രയെന്ന് എന്താണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കവലകളിൽ ദൈവവചനം വിളിച്ചു പറയുന്നത് കൊണ്ട് അതിൻ്റെ വില എനിക്കറിയാം. ആരും എന്നെ പഠിപ്പിക്കണ്ട. ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ കാരണം ഒരാൾ ദൈവകൃപയിന്ന് പോകരുത്. ഒന്നിനെ നേടാൻ പറ്റിയില്ലെങ്കിലും ചിലർ ഒന്നായാലും മതിയെന്നാ പറയുന്നത്. ഒന്നെങ്കിൽ ഒന്ന് മതിയെന്നാ പറഞ്ഞു വെല്ലുവിളിക്കുന്നത്. ബാക്കിയെല്ലാം പോയാലും എൻ്റെ കൃഷി ഇവിടെ ഇറക്കണം. അല്ലേ, ഒന്ന് മതി, ഒന്നെങ്കിൽ ഒന്ന് മതി. ഇന്ന് പകൽ ഒന്നും കൊണ്ട് കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാൾ വിലയാ. ഇന്ന് പകൽ നമ്മുടെ ആമേൻ ഹല്ലേലൂയ കുടുംബത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒരാൾ ദൈവകൃപയിൽ വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ നിന്റെ പ്രവൃത്തി കണ്ടവൻ അധിക താമസവിനെ ഇവിടെ വരണോ? ആമേൻ സ്തോത്ര. അധിക താമസവൻ അവൻ കർത്താവിനെ സ്വീകരിക്കണോ? അധിക താമസവൻ അവൻ രക്ഷിക്കപ്പെടണോ? അധിക താമസവിന് അവൻ യേശുവിനെ അറിയണോ? ഇന്ന് പകൽ ആമേൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു വീട്ടിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഒരു വർഷത്തിനകം ബാക്കി എല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കും. ഇന്നാണെങ്കിലാ നോ നോ നോ. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൻ്റെ വില എനിക്കറിയാം. കഴിഞ്ഞ ചില ആഴ്ച കൊണ്ട് പരസ്യവും നടത്താൻ പറ്റുന്ന ചില തടസ്സങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അടുത്ത മാസം തൊട്ട് ആരംഭിക്കാനാണ്. ആമേൻ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരാത്മാവെന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. അതുകൊണ്ടാണ് പിന്മാറ്റക്കാരവരെയും കാല് പിടിക്കാൻ നടക്കുന്നത്. ഞാൻ അതെന്തെങ്കിലും നേടാനല്ല, ചിലപ്പോൾ നാളെയെങ്കിലും രക്ഷപ്പെട്ടാല. ഹല്ലേലൂയ. എൻ്റെ അവകാശം ഞാൻ തരത്തില്ല. ആ നാബോത്തിന്റെ ആഗ്രഹം കണ്ടോ? എൻ്റെ പിതാക്കന്മാർ എന്നെ ഏൽപ്പിച്ചത് ചോര നീതിയാക്കി സമേൻ നേടിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ പിശാചിന് അമ്മാനമാടാൻ വിട്ടുകൊടുക്കത്തില്ല, മാന്തിക്കളയാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് നാബോത്ത് ഇടിവിൽ നിന്ന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നാബോത്തുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. അത് പിന്നെ നമുക്ക് നോക്കാം. രാജാവല്ലേ ചോദിച്ച, രാജാവിന്റെ മുഖം മുറിച്ചൊന്നും പറയണ്ട. പിന്നെ എന്ന് വേണോ തരാം. രാജാവ് ധൈര്യമായിട്ടിരിക്കൂ. ഈ സീസൺ കഴിഞ്ഞോട്ട് അടുത്ത് നിങ്ങൾക്ക് കൃഷി ഇറക്കാം. അത് കഴിയുമ്പോ ഞാൻ കൃഷി ഇറക്കാം. അത് കഴിയുമ്പോ നിങ്ങൾ കൃഷി ഇറക്കണം. അത് കഴിയുമ്പോ ഞാൻ കൃഷി. നമുക്ക് ഇങ്ങനെ പാർട്ണറായി നിൽക്കാം. പകുതി ലാഭം എനിക്ക്, പകുതി ലാഭം നിനക്ക്, നിങ്ങൾക്ക് എന്നൊരു ബന്ധം കൂടിയില്ല നാബോത്ത്. ഒരു സീസൺ ഞാൻ മുന്തിരി ഇറക്കാം, ഒരു സീസൺ നീ ചീര ഇറക്ക്, ഒരു സീസൺ ഞാൻ മുന്തിരി ഇറക്കാം, ഒരു സീസൺ നീ കപ്പ ഇറക്ക് എന്ന് പറഞ്ഞൊരു ടൈഅപ്പിൽ നാബോത്ത് എത്തിയില്ല. ഇന്നത്തെ പല നാബോത്തുമാരായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവം ചിലപ്പോ അങ്ങനെ ഒരു ടൈഅപ്പിൽ എത്തുമായിരുന്നു. കാരണം രാജാവിൽ നിന്ന് നല്ല നന്മയും കിട്ടൂ, രാജാവ് പിണങ്ങത്തും ഇല്ല. അങ്ങനെ പോയാ
സ്ഥാനവും കിട്ടും, മാനവും കിട്ടും, പദവിയും കിട്ടും, പണവും കിട്ടും, പ്രശ്നവും ഉണ്ടാകത്തില്ല. ആമേൻ. സഭയും കിട്ടും, എല്ലാം കിട്ടും, എല്ലായിടത്തും എല്ലാം ഇന്നു പകൽ ഒരു ശത്രുത ഉണ്ടാകത്തില്ല. പിശാചുമായൊരു ബന്ധവും ദൈവവുമായൊരു ബന്ധവും പോയാൽ ചിലപ്പോ ഇവിടെ പിടിച്ചു നിൽക്കാ. ഒടുക്കം നീ എന്തു ചെയ്യോ? അവസാനം നീ എന്തു ചെയ്യോ? ഇന്ന് പകൽ തല പോകേണ്ടി വന്നാലോ, കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലോ, ഒന്നും കിട്ടിയില്ലെങ്കിലും, എല്ലാവരും വെറുത്താലോ, എല്ലാവരും വിടക്കം നെണ്ണിയാലോ, എല്ലാവരും മാറ്റിയിട്ടാലോ, ഇന്ന് പകൽക്കാലോ നിന്നെ ഏൽപ്പിച്ച കൃപ അവൻ നഷ്ടപ്പെടാതെ അവസാനത്തോളം നിലനിർത്താൻ കഴിയുമോ? എത്ര പേര് ചേർന്നാമേം പറയാ? കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. നാബോത്ത് മുഖത്ത് നോക്കി പറഞ്ഞു തരത്തില്ല. നാബോത്ത് മുഖത്ത് നോക്കി പറഞ്ഞു തരത്തില്ല. രാജാവാണേലും ദൈവഹിതമല്ലാത്ത ബന്ധത്തിൽ ഞാൻ വരത്തില്ല. രാജാവാണേലും ദൈവഹിതമല്ലാത്ത കാര്യം എനിക്ക് വേണ്ട. രാജാവാണേലും ദൈവഹിതമല്ലാത്ത കാര്യത്തിൽ ഞാൻ കൈ തരത്തില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം. അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഇവിടെ പ്രതികൂലമുള്ളത്, അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്, അങ്ങനെ നിൽക്കുന്നവരെ പിശാച് നോട്ടമിടുന്നത്. അങ്ങനെ നിൽക്കുന്ന സഭയാകണോ ഇന്ന് പകൽ? അങ്ങനെ നിൽക്കണോ ദൈവമക്കളെ? അങ്ങനെ നിൽക്കണോ? ചാഞ്ഞും ചരിഞ്ഞും ആടിയും മറിഞ്ഞു അവിടെയും ഇവിടെയും തലയും വാലും കാണിച്ച് അവിടത്തെയും ഇവിടത്തെയും കാര്യങ്ങൾ അറിഞ്ഞ് ഇന്നോ പകൽക്കാലം സഭയെയും വഞ്ചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തലമുറയ്ക്ക് ശാപമാണ്, തലമുറയ്ക്ക് ശാപമാണ്. ഇന്നോ പകൽക്കാലം എന്റെ പിതാക്കന്മാർ ഏൽപ്പിച്ച എന്റെ മുന്തിരിത്തോട്ട് ദുഷ്ടനെ മാന്താൻ, പൈശാചികന് മാന്താൻ ഇന്നോ പകൽ ഞാൻ വിടത്തില്ല. ആഗാബിന്റെ ഭാര്യ ഇസബേല് ഇവൻ തുറന്നങ്ങ് പറഞ്ഞപ്പോ ആഗാബിന് ആപ്പാടെ പീസടിച്ചു പോയതുപോലെയായി. ആഗാബ് പിന്നെ ഉച്ചക്ക് പ്രൈസലോ ലഞ്ച് കഴിച്ചില്ല, വൈകിട്ട് ഡിന്നർ കഴിച്ചില്ല, പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. രാവിലെ വന്ന് ചോദിച്ചു, എന്നാ ചേട്ടാ ഇന്നലെയും ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്? ഇന്നലെ രാവിലെ ചടപടാറ്റ് ഇവിടെ നിന്ന് ഓടിയതല്ലേ, വന്നപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇന്നലെ ഈ നിങ്ങൾക്ക് വേണ്ടിയാ കൊഞ്ച് തോരനൊക്കെ വച്ച് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഊണ് വെച്ചത്. നിങ്ങൾ കഴിക്കാമെന്ന് ഞാൻ എങ്ങനെ കഴിക്കും? വൈകിട്ട് കഴിക്കാമെന്ന് ഞാൻ കൊഞ്ച് തോരനൊക്കെ മാറ്റി വെച്ച് വൈകിട്ടും വിളിച്ചിട്ട് നിങ്ങൾ വൈകിട്ടും കഴിക്കണില്ല. ഇതാ രാവിലെ ഇഡലിയും നല്ല കടലക്കറിയൊക്കെ വെച്ചിട്ട് അതും കഴിക്കണേ. എന്താ പറ്റി ചേട്ടായി? എന്താ പറ്റി ചേട്ടാ? എന്തോ പറ്റി? ദേവം പറയില്ല, അങ്ങോട്ട് തിരിഞ്ഞോട്ട്. ചില ആകാമാർ അങ്ങനെയാ. വീട്ടുകാരോടും മിണ്ടൂല, മക്കളോടും മിണ്ടൂല, ഭാര്യയോടും മിണ്ടൂല, എങ്ങനെ നടക്കും. അവസാനം പറഞ്ഞു, ഈ നാബോത്ത് ഞാൻ മുന്തിരിത്തോട്ടം ചോദിച്ചിട്ട് തന്നില്ല. ഈ സിമ്പിൾ കാര്യം ഇതിനാണോ നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കി കിടക്കുന്നത്? കൊച്ചമ്മേരെ കയ്യിലില്ലാത്ത ഐഡിയയാണ്. പിന്നെ അച്ചായന് വലിയ ഐഡിയ ഒന്നും ഇല്ല, അച്ചായൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഐഡിയകളെല്ലാം കൊച്ചമ്മയുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നാളെ ഈ നേരത്ത് നിങ്ങളെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശിയാക്കി ഞാൻ മാറ്റും കേട്ടോ. എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് ചോറ് കഴിക്ക്, നാളെ ഞാൻ ശരിയാക്കി തരാം. ഹല്ലേലൂയ. കൊച്ചമ്മ നേരം ഫോൺ വിളിച്ചങ്ങോട്ട് ഏർത്തിട്ടെ. നിങ്ങൾ വല്ലതും അറിഞ്ഞ കാര്യങ്ങളൊക്കെ? നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എൻ്റെ ചേട്ടൻ പോയി ചോദിച്ചിട്ട് തന്നില്ല. ഇനി നാബോത്ത് ലോകത്ത് കാണരുത്. പ്രൈസ് ദി ലോർഡ്. അവനെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യും. അവനെ വിളിച്ച് പന്തിയിലിരുത്ത്. നീചന്മാരായ രണ്ടുപേര് നിന്ന് രാജാവിനും ദൈവത്തിനും എതിരായി സംസാരിച്ചെന്ന് പറഞ്ഞ് കള്ളക്കുറ്റമുണ്ടാക്ക്. ആമേൻ. എന്നിട്ട് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ല്. കണ്ടോ, നിരപരാധിയായ, നിഷ്കളങ്കനായ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനായ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന് കിട്ടിയ പ്രമോഷൻ കണ്ടോ? ഇന്നോ പകൽക്കാലം നീതിക്കും സത്യത്തിനും നിരപരാധിത്വത്തിനും നിന്നവന് കിട്ടിയത് ഇവിടെ പട്ടുമെത്തയല്ല, പൂമാലയല്ല, പൂച്ചെണ്ടല്ല. അവന് കിട്ടിയത് ചോരയാ. സ്വന്തം പ്രാണൻ പോകേണ്ടി വന്നിട്ടും അവന്റെ അവകാശം വിട്ടുകൊടുത്തില്ല. ഇവളെ ഒറ്റ ഫോൺ കോളിൽ തന്നെ കാര്യങ്ങളെല്ലാം നേടി.
എന്നിട്ട് ചേട്ടനോട് പറഞ്ഞ എഴുന്നേക്ക് മനുഷ്യ, പ്രൈസലോ പോയി ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഇനി ഒരുത്തനും അവകാശമല്ല, അവനെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട്, അവനെ ഒതുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവനിനി തലപൊക്കത്തില്ല, അവനിനി പുറത്തു വരത്തില്ല. അവനെ ഒതുക്കേണ്ടതുപോലെ ഒതുക്കിയിട്ടുണ്ട്, അവനെ പൂട്ടേണ്ടതുപോലെ പൂട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽ അവകാശം പറയത്തില്ല. അതിനുള്ളതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര കുരുട്ട് ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ നേടാൻ നോക്കിയാലോ അന്തിമ വിജയം പിശാചേ നിനക്കല്ല, അന്തിമ വിജയം പിശാചേ നിനക്കല്ല. ഇന്ന് പകൽക്കാലം നാബോത്ത് ഇന്ന് ഭൂമിയിലില്ല, നാബോത്തിന് എഴുന്നേക്കത്തില്ല, നാബോത്തിന് നിനക്ക് അവനെതിരായി നിൽക്കത്തില്ല. അവനെ തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് 2 ദിവസം കൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന ആകാം എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് മുടിയൊക്കെ ചീകി ആമേൻ ബൈക്ക് എടുത്തുകൊണ്ടത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആമേൻ കൊണ്ട് ചീരത്തോട്ടം വെക്കാൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ ഒരു മൂട് പിഴുതത് ആരവിടെ? ഒരു ഏലിയാവിനെ ദൈവം അവിടെ അയച്ചു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, ഇതുവരെ നിങ്ങൾ കാണാത്ത ചില ഏലിയാവുമാരെ സ്വർഗത്തിലെ ദൈവം മുന്തിരിത്തോട്ടത്തിന്റെ നിലനിൽപ്പിനോ ഇതുവരെ കാണാത്ത ഏലിയാവിനെ സ്വർഗ ഈ മുന്തിരിത്തോട്ടത്തിനോ ഈ മുന്തിരിത്തോട്ടത്തിന്റെ നിലനിൽപ്പിനോ ഇന്ന് പകൽക്കാലം ദൈവം അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നാബോത്തിനെ കൊന്നു കുഴിച്ചു മൂടിയാൽ, നാബോത്തിനെ വെട്ടി നുറുക്കിയാൽ, നാബോത്തിനെ ഇല്ലായ്മ ചെയ്താൽ ആകാബേ നിന്റെ കൊതി നടക്കത്തില്ല, നിന്റെ ആഗ്രഹം നടക്കത്തില്ല. ആകാബ് ചോര ഒഴുകി ഇവിടെ വീണാലോ, നാബോത്ത് ചോര ചീന്തി ഇവിടെ വീണാലോ അതിനെ അനുവദിക്കാത്ത ഒരു ഏലിയാവിനെ. നിങ്ങൾക്ക് ദൂത് മനസ്സിലായില്ല, ദൂത് മനസ്സിലായില്ല, ദൂത് മനസ്സിലായില്ല, ദൂത് മനസ്സിലായില്ല. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലായ ദൈവമക്കളെ സ്വോത്രം പറഞ്ഞേ, ദൂത് മനസ്സിലായ ദൈവമക്കളെ സ്വോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം നാബോത്ത് മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ വിട്ടുകൊടുക്കാതെ ജീവൻ കൊടുത്ത് പ്രാണൻ കൊടുത്ത് ചോര നീരാക്കി രാത്രികളെ പകലാക്കി ആമേൻ നിന്ന നാബോത്തിനെ നീ ഭൂമിയിൽ നിന്ന് മാറ്റ, നീ ശുശ്രൂഷയിൽ നിന്ന് മാറ്റ, നീ കൃപയിൽ നിന്ന് ചിലപ്പോൾ വെട്ടിക്കളയാ എന്ന് പറഞ്ഞ് മുന്തിരിത്തോട്ടം ദൈവം തരത്തില്ല. അത് കൈവശമാക്കാൻ അനുവദിക്കാതെ ഒരു ഏലിയാവിന് ഇന്ന് പകൽ നാബോത്തിനെ കൊന്നാലോ, നാബോത്തിനെ തട്ടിയാലോ, നാബോത്തിനെ വെട്ടിയാലോ ഇന്ന് പകൽക്കാലം ഒരു ഏലിയാവിന് അടുത്ത ഭാഗത്തേക്ക് കയറിയാൽ 12:30 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരുപാട് നാബോത്തുമാര് മുന്തിരിത്തോട്ടങ്ങൾക്ക് വേണ്ടി ബലിയാടായിട്ടുണ്ട്. ഒരുപാട് നാബോത്തുമാരെ വെട്ടി നുറുക്കിയിട്ടുണ്ട്. ഒരുപാട് നാബോത്തുമാരെ വെട്ടി നുറുക്കിയ ഇടമാണ്. അതിലൊരു നാബോത്തായി ഞാനും നിങ്ങളുമായെന്ന് പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ. മുന്തിരിത്തോട്ടത്തെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര ബുദ്ധി ഉപയോഗിച്ചാലോ, എത്ര നിയമങ്ങൾ ഉപയോഗിച്ചാലോ, ആരെയൊക്കെ കൂട്ടുപിടിച്ചാലോ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ഇടത്തെ കണ്ണുനീരൊഴുക്കിയ മാതാപിതാക്കളുടെ കണ്ണുനീര് എൻ്റെ ദൈവം കാണാതെ പോകത്തില്ല. ഇതിനെ ചീരത്തോട്ടമാക്കാൻ, ഇതിനെ ഹല്ലേലൂയ പിശാചിന്റെ ഒളിത്താവളമാക്കാൻ, ഇതിനെ
സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പദ്ധതി ഒരുക്കുന്നു. പൈശാചിക ആഗാബുമാരുടെ പ്ലാനുകൾ ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറയൂ? ഞാൻ കൂടിയ ഒരു 8-10 ആഴ്ച ഇവിടെ കാണത്തുള്ളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഈ തോട്ടം ഇതോടെ തീരുമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് ദൈവത്തിന്റെ തോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച തോട്ടം നിങ്ങൾ ഓരോരുത്തരെയും കാവൽക്കാരായിരിക്കാനാ, മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരാക്കിയാ ദൈവം വച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം മോഹന വാഗ്ദാനം പറഞ്ഞ് കുരുട്ട് ബുദ്ധികൾ ഉപയോഗിച്ച് ഇന്ന് പകൽ ഈ തോട്ടത്തെ ചീരത്തോട്ടമാക്കി ഇതിനെ മാന്തി ഇതിനെ തകർത്ത് സ്തോത്രം ഹല്ലേലൂയ കളയാ ചില ആഗാമുമാര് ഇന്ന് പകൽ കച്ച കെട്ടുമ്പോ അതിന് കൈ കൊടുത്താരെങ്കിലും നിന്ന തലമുറയ്ക്ക് ശാപമാണ്. തോട്ടത്തെ നശിപ്പിക്കാൻ കൈ കൊടുത്ത, സഭയെ വഞ്ചിക്കാൻ കൈ കൊടുത്ത, സഭയെ തീർക്കാൻ കൈ കൊടുത്ത, കുറിച്ചിട്ടു, ബൈബിളിന്റെ പുറകിൽ കുറിച്ചിട്ടു, അത് തലമുറയ്ക്ക് ശാപമാണ്. ഇപ്പോ സന്തോഷമാകാം, ഇപ്പോ ചില നന്മ കിട്ടൂ, ഇപ്പോ ചില സ്ഥാനമാനം കിട്ടൂ, പക്ഷെ അധിക താമസവിനോ ഇതിന് കണക്ക് പറയേണ്ടി വരുന്നു. ഒരു സമയമുണ്ട്, കാലം അത് തെളിയിക്കാതിരിക്കത്തില്ല.